ഇനി നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ പൂപ്പറമ്പ, താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് അപ്ഡേറ്റ്സ് ഉള്ളത്? പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈശ്വർ മാൽപേ നമുക്ക് അവസാനമായുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നലെ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം നാവികസേന ഈ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ശക്തമായ അടിയൊഴുക്കുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ നേരത്തെ ഈ തെരച്ചിലിന് തയ്യാറായിരുന്നില്ല. അതായത് 6 നോട്ടിന് മുകളിലേക്ക് ഈ അടിയൊഴുക്ക് തുടരുകയാണ് ഗംഗാവലി പുഴയിൽ. വൃഷ്ടിപ്രദേശങ്ങൾ ഉൾപ്പെടെ മഴ തുടർച്ചയായി പെയ്ത ഘട്ടത്തിൽ ഇത് സാധ്യമല്ല, പ്രായോഗികമല്ല എന്നതായിരുന്നു നേവി സംഘം അറിയിച്ചത്. ഇന്നലെ നേവിയുടെ ഉൾപ്പെടെ ഔദ്യോഗികമായിട്ടുള്ള അനുമതി ഈശ്വർ മാൽപേക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവർ നൽകിയിട്ടുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപേ തെരച്ചിലിറങ്ങിയത്. അദ്ദേഹം ഇപ്പോഴും ഷിരൂരിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം തെരച്ചിൽ നടത്തുമോ എന്ന കാര്യത്തിൽ ഈ റിവ്യൂ മീറ്റിംഗിന് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. അത് അവർ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, MLA മാർ ഉൾപ്പെടെ ഈശ്വർ മാൽപേ തെരച്ചിൽ തുടരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവസാനമായുള്ളൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അത് തുടരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു റിസ്ക് എലമെൻ്റ് എന്തായാലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ പോലും ഈശ്വർ മാൽപേ ഡൈവ് ചെയ്ത ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നിലനിന്നിരുന്നു. അദ്ദേഹത്തെ ഹുക്ക് ചെയ്ത കയറ് പോലും പൊട്ടിപ്പോയിരുന്നു. അതായത് അടിയൊഴുക്ക്, മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അടിയൊഴുക്കിന് എന്തെങ്കിലും ഒരു കുറവില്ല. ഈ പുഴയുടെ അടിത്തട്ടിൽ വലിയ കല്ലുകളും മൺകൂനകളും രൂപപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഷഫീദ് റബ്ത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മരമാണ് അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് കൃത്യമായി ഈ .4 ലോറി കണ്ടെത്തിയിട്ടുള്ള ആ സാന്നിധ്യമുള്ളൊരു താഴ്ചയിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത പ്രതികൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈശ്വർ മാൽപേ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ തുടരാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അവരെന്തായാലും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ ആലോചനകൾ, കൃത്യമായൊരു തീരുമാനമുണ്ടാകണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന, ഇവിടുത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിംഗിന് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം അതിലുണ്ടാകൂ എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ എന്തായാലും SKN ഷിരൂരിൽ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ ഈ അടിയൊഴുക്കിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകുമോ എന്ന കാര്യമാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. അതിൽ രാവിലെ തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നേവി സംഘം നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ഈശ്വർ മാൽപേ സംഘത്തിന്റെ തെരച്ചിൽ ഇന്നലെ പൂർത്തിയായതിനു ശേഷം നേവി സംഘം ഇത് റിസ്ക് എലമെന്റ് ഉണ്ട് എന്ന കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ അതിലൊരു അന്തിമ തീരുമാനം ഈ റിവ്യൂ മീറ്റിംഗിന് ശേഷം ഉണ്ടാകും. SKN. അരുൺ പൂപ്പറമ്പയാണ് ശിരൂരിൽ നിന്ന് ചേർന്നത്.